മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 20ാമത്തെ പാഠം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നിസ്കാരം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ 5 എണ്ണം നമുക്ക് പഠിക്കാം. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 5 എണ്ണം നമുക്ക് പഠിക്കാം. 1. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. നിസ്കാരത്തിന് 14 ഫർളുകളാണുള്ളത്. അത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിയാൽ നിസ്കാരം നഷ്ടപ്പെടും. 2. ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക. നിസ്കാരത്തിന് 5 ഷർത്തുകളാണ് ഉള്ളത്. 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1. സമയമായെന്നറിയുക. 2. വുളു ചെയ്യുക. 3. നജസിൽ നിന്ന് ശുദ്ധിയാവുക. 4. ഔറത്ത് മറക്കുക. 5. കിബിലക്ക് മുന്നിടുക. ഇതിൽ ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം നഷ്ടപ്പെടും. കിബിലക്ക് മുന്നിടാതെ നിസ്കരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടും. അതുപോലെ ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം നഷ്ടപ്പെടും. അടുത്തത് 3ാമത്തെ 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക. 2 അക്ഷരം അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം ഉച്ചരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടും. 4. തുടർച്ചയായി 3 തവണ അനങ്ങുക. 3 തവണ നിസ്കാരത്തിൽ തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടും. 5. ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു നിസ്കരിക്കുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വായിൽ നിന്ന് നിസ്കാര സമയത്ത് ഇറങ്ങിപ്പോയാൽ നിസ്കാരം നഷ്ടപ്പെടും. ഇവയ്ക്ക് മുബ്തിലാത്തു സ്വലാത്ത് എന്ന് പറയുന്നു. ഈ 5 കാര്യങ്ങൾക്ക് മുബ്തിലാത്തു സ്വലാത്ത് എന്ന് പറയുന്നു. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയും. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം സൂക്ഷിക്കണം. ശരിയായ നിലക്ക് നിസ്കാരം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. പരലോകത്ത് വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1. നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന് കണ്ടെത്തുക. 1. 3 പ്രാവശ്യം തുടർച്ചയായി കൈ അനക്കുന്നു. തുടർച്ചയായി 3 പ്രാവശ്യം അനക്കിയാൽ നിസ്കാരം നഷ്ടപ്പെടും. 2. നേരത്തെ കഴിച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ ബാക്കി ഉള്ളിലേക്ക് പോകുന്നു. നിസ്കാരം നഷ്ടപ്പെടും. ഉമിനീർ അല്ലാത്ത വല്ല വസ്തുവും ഉള്ളിലേക്ക് പോയാൽ നിസ്കാരം നഷ്ടപ്പെടും. 3. ഓരോ റക്അത്തിലും തല ഓരോ പ്രാവശ്യം അനക്കുന്നു. ഓരോ റക്അത്തിലും തല ഓരോ പ്രാവശ്യം അനക്കുന്നു. അപ്പോൾ നിസ്കാരം നഷ്ടപ്പെടില്ല. 1 തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടില്ല. 4. നിസ്കാരത്തിൽ ഉമ്മ എന്ന് വിളിക്കുന്നു. അർത്ഥമുള്ള ഒരക്ഷരമോ അല്ലെങ്കിൽ 2 അക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടും. 4ാമത്തെ നിസ്കാരം നഷ്ടപ്പെടും. 5. സുബ്ഹിൽ കുനൂത്ത് ഒഴിവാക്കുന്നു. സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവായാൽ നിസ്കാരം നഷ്ടപ്പെടുകയില്ല. കുനൂത്ത് മറന്നതാണെങ്കിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 സുജൂദ് ചെയ്ത് സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. അടുത്തത് 6ാമത്തെ നിസ്കാരത്തിൽ വുളു മുറിയുന്നു. നിസ്കാരത്തിൽ വുളു മുറിഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടും. സലാം വീട്ടുന്നത് വരെ വുളു മുറിയാൻ പാടില്ല. വുളു മുറിഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടും. അടുത്തത് നമുക്ക് എഴുതാം. നിസ്കാരം ബാത്തിലാകുന്ന 5 കാര്യങ്ങൾ. നിസ്കാരം ബാത്തിലാകുന്ന 5 കാര്യങ്ങൾ നോക്കി അവിടെ എഴുതാം. 1. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ നിന്ന് വല്ലതും ഒഴിവാക്കുക. 2.
ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക. 3 രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക. 4 തുടർച്ചയായി 3 തവണ അനങ്ങുക. 5 ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ 5 കാര്യങ്ങൾ അവിടെ എഴുതാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.